ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണയായി കാണപ്പെടുന്നൊരു സാധനമാണ് ഈ പാറ്റ. ഈ പാറ്റ എന്ന് പറഞ്ഞ സാധനം അത് നമ്മളെ സാധാരണ നമ്മളെ മറ്റേ ഭക്ഷണ സാധനങ്ങൾ വന്നിരിക്കുക, അതേപോലെ തന്നെ ബാത്റൂം എപ്പോഴും ഇവരുടെ ശല്യം കൂടുതലായി ഉണ്ടാകുന്നത് ഈ ഭക്ഷണ സാധനങ്ങൾ വന്നിരിക്കുന്നത് പാറ്റകൾ മൂലമുള്ള രോഗങ്ങൾ നിരവധിയാണ്. അതിനാൽ പാറ്റയെ എങ്ങനെയെങ്കിലും തുരത്തണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനുള്ള വഴികളൊന്നും പലർക്കും അറിയില്ല. പല വഴികൾ നോക്കിയാലും നമ്മൾ എന്ത് ഇതിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലും ശരി പാറ്റകൾ വരും. അപ്പോൾ അങ്ങനൊരു സീനുണ്ട്. അപ്പോൾ അത് പാറ്റകളെ തുരത്താനുള്ള 2 ടിപ്സാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത് നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഒരു വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര എടുക്കുക. പിന്നെ പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ ഒന്നെടുക്കുക. പിന്നെ പാൽപ്പൊടി 1/2 സ്പൂണ്. പിന്നെ ബോറിക് ആസിഡിൻ്റെ പൗഡർ 1 സ്പൂണ്. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ചേരുവകളെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഈ പേസ്റ്റ് രൂപത്തിലാക്കി ശേഷം നമ്മളൊരു കട്ടിയുള്ള പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിന് മുകളിൽ ഈ പേസ്റ്റ് വെച്ച് കൊടുക്കുക. ഈ പേസ്റ്റ് വെച്ചിട്ട് ഈ വീട്ടിൽ പാറ്റ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലത്ത് ഈ പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് ഈ പേപ്പർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അവിടെ തന്നെ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാറ്റകൾ ചത്ത് വീണ് പോണത് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റകൾ ചത്തുപോകും. അതുപോലെ പിന്നെ ഉള്ള പിന്നൊരു ടിപ്സും കൂടിയുണ്ട്. ഈ ടിപ്സിൽ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ പാരസെറ്റമോളിൻ്റെ ഗുളിക ഉണ്ടല്ലോ. ഈ പാരസെറ്റമോളിൻ്റെ ഗുളിക പൊടിച്ചത് 2 എണ്ണം എന്ന് പറഞ്ഞാൽ 2 ഗുളിക പൊടിക്കുക. അത് 2 എണ്ണം. പിന്നെ പഞ്ചസാര 1 സ്പൂണാണ് വേണ്ടത്. പിന്നെ ബോറിക് ആസിഡ് പൗഡർ 1 സ്പൂണ്. പിന്നെ ബേക്കിംഗ് സോഡ 1/2 സ്പൂണ്. ഈ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചേരുവകൾ അതേപോലെ തന്നെ ഈ ചേരുവകളിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം കുറച്ചെടുത്തിട്ട് അത് പേസ്റ്റ് രൂപത്തിലാക്കുക. ഈ പേസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത പോലെ തന്നെ പേപ്പർ ഒരു 2-3-4 കഷ്ണം പേപ്പറൊക്കെ ആക്കിയിട്ട് അതിൽ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടും എവിടെയാണ് ശല്യം ഉണ്ടാകുന്നത് ആ ഭാഗങ്ങളിൽ, അടുക്കളയിലെ ഡൈനിങ് ഹാള് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയാണ് കൂടുതൽ ശല്യമുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് ഇത് വെക്കുക. അതും ഇതുപോലെ തന്നെ 2-3 ദിവസം അവിടെ തന്നെ വെക്കുക. പിന്നെ മെയിനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. കുട്ടികൾ എടുക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അല്ല വെച്ചത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇല്ലെങ്കിൽ കുട്ടികളെടുത്തിട്ട് സീനാണ്. അപ്പോൾ ഈ 2 ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.